കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കേണ്ടെന്നും ബേബി പറഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം വൈകുന്നതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. വീണ ജോർജിനെതിരെ മിന്നൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റിമാൻഡ് ചെയ്തു. ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമാണ് CPM കേന്ദ്ര നേതൃത്വവും. എന്നാൽ അപകടത്തിൽ നടപടി വേണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുന്നു. ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ മാതൃകാപരമായി നടപടിയെടുക്കണം. ഈ മന്ത്രി രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു. പ്രതിഷേധം ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? അതാണ് പ്രശ്നം. ആരോഗ്യ വകുപ്പിന്റെ കുത്തഴിഞ്ഞ നടപടി കൊണ്ട് ജനങ്ങൾ ഇന്ന് അസ്വസ്ഥരാണ്. ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സജ്ജീകരിച്ച് പുതിയ കെട്ടിടം ഉടൻ പ്രവർത്തനം തുടങ്ങണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. HMC കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം HMC കൂടിയിട്ട് 2 വർഷമായി. 2 മന്ത്രിമാർ ഈ മരണത്തിന് സാക്ഷികളായി നിന്നിട്ടും ആ പാവപ്പെട്ട വീട്ടിൽ കൊടുത്ത 50,000 രൂപയല്ലേ ഉള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിനകത്ത് കളക്ടറാണ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജില്ലയിൽ നേരിട്ട് ചെയ്യാൻ വരെ. എന്തിനിത് ഡിലേ വരുത്തുന്നു? ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മിന്നൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കും. ഇപ്പോൾ DYFI വന്ന് പറയുന്നത് ഞങ്ങൾ സമരം പ്രതിരോധിക്കുമെന്നാണ്. അങ്ങനെയുള്ള ഭീഷണിയൊന്നും വേണ്ട എന്നാണ് വളരെ മാന്യമായി DYFIക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റിമാൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.